ജില്ലയുടെ കിഴക്കു ഭാഗത്തുള്ള ചെങ്ങന്നൂർ നിയോജക മണ്ഡലം എൻ്റെ സ്വന്തം നിയോജക മണ്ഡലമാണ്, എൻ്റെ നാടാണ്. ഇവിടെ ചെങ്കുന്നൂര് എന്നാണ് ചെങ്ങന്നൂരായി മാറിയതെന്നാണ് പറയുന്നത്. ചുവന്ന കുന്നുകളുടെ നാട്. ചെങ്ങന്നൂർ 2016 മുതൽ ചുവപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരുന്നു. അതിനു മുമ്പ് ശോഭനാ ജോർജിന്റെയും PC വിഷ്ണുനാഥിന്റെയും ഒക്കെ മണ്ഡലമായിരുന്ന ചെങ്ങന്നൂർ 2016 KK രാമചന്ദ്രൻ നായരുടെ CPIM മണ്ഡലമായി മാറി. അതിനുശേഷം അദ്ദേഹത്തിന് നിര്യാണത്തിന് ശേഷം നടന്ന 2018 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ ഇവിടെ നിന്ന് ജയിച്ചു. 2021 മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സജി ചെറിയാൻ നിയമസഭയിലേക്ക് പോയത്. അതേപോടൊപ്പം തന്നെ NDAയുടെ വോട്ട് ഷെയർ കൂടി. എന്നാൽ UDFന്റെ വോട്ട് ഷെയർ വളരെ കുറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇത്തവണ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെയാണ് UDF മത്സര രംഗത്തിറക്കിയിരുന്നത്. NDAയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചെങ്ങന്നൂരുകാരനായ സന്ദീപ് വാചസ്പതി, ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സന്ദീപ് തന്നെയായിരിക്കും ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി എന്നാണ്. പക്ഷെ സന്ദീപിനെ ഹരിപ്പാട്ടേക്ക് വിടുകയും MV ഗോപകുമാറിനെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണവും ഇവിടെയുണ്ട്. നമുക്കറിയാം, പ്രളയകാലത്ത് ഒരു നീല കോട്ടിട്ട് ഒരു ഹെലികോപ്റ്റർ എനിക്ക് തരൂ, എന്റെ ജനങ്ങൾ 50,000 പേർ മരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സജി ചെറിയാൻ. അതാണോ ഇവിടെ ഒരു പ്രഭാവം ഉണ്ടാക്കിയെന്നറിയില്ല. ഇത്തവണ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകുമെന്നറിയില്ല. വികസന വിഷയങ്ങളും വിലക്കയറ്റവും ഒക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ജനമാണ് ചെങ്ങന്നൂരുള്ളത്. ചെങ്ങന്നൂർ മണ്ഡല വിശേഷങ്ങളിലേക്ക്. നമുക്ക് ചെങ്ങന്നൂരിന്റെ ജനമനസ്സറിയേണ്ടതുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായാലും ചെങ്ങന്നൂരുകാർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരുകാരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം വളരെ വൈകിയാണ് ഒരു പാർലമെന്ററി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മുൻപ് മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ സജീവ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് കുറെ പ്രശ്നങ്ങൾ ഇവിടെ കോൺഗ്രസിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതെനിക്കറിയില്ല, അത് നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചറിയാം. നമുക്ക് എന്തായാലും ചെങ്ങന്നൂരിലെ ജനങ്ങളിലേക്കൊന്ന് പോവാം. നമസ്കാരം. ഇത് അഡ്വക്കേറ്റ് ദീപു ജേക്കബ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. ചെറുപ്പകാലം മുതൽ എൻ്റെ നല്ല കാലത്തും ചീത്തകാലത്തും ഒക്കെ എന്നോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. ദീപു, എന്താ ചെങ്ങന്നൂരിലെ കാറ്റ്? ചെങ്ങന്നൂരെ കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു കാറ്റാണ്. പണ്ട് SFIയുടെ ചെയർമാനായിരുന്നു ബിഷപ്പൂർ കോളേജിലെ. ഇപ്പോഴും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം വികസനം മന്ത്രിക്ക് കൊണ്ടുവരാൻ സാധിച്ചു? തീർച്ചയായും ചെങ്ങന്നൂര് 10 വർഷക്കാലം വിഷ്ണുനാഥ് MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. അന്ന് യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതിൻ്റെ കുറവ് കൂടി നികത്തി ഒരു 25 വർഷത്തിന് വേണ്ട വികസന പ്രവർത്തനമാണ് സജി ചെറിയാൻ എന്ന MLAയും മന്ത്രിയും ചെങ്ങന്നൂരിന് സംഭാവന ചെയ്തത്. KK രാമചന്ദ്രൻ നായർ MLAയിൽ തുടങ്ങി സജി ചെറിയാൻ MLAയും മന്ത്രിയായ കാലഘട്ടം ചെങ്ങന്നൂരിൽ വളരെ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അപ്പൊ ശരി ദീപു, നമുക്ക് ബാക്കി കുറച്ചു പേരോട് ചോദിക്കാം. വളരെ സന്തോഷം കണ്ടതിൽ. ചെങ്ങന്നൂരിലെ മാറ്റങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സജി ചെറിയാന്റെ 2ാം ടേമാണ്. അപ്പൊ എന്തുകൊണ്ട് 3ാം ടേമിൽ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? ചെങ്ങന്നൂരിന്റെ MLAയും മന്ത്രിയുമായിരിക്കുന്ന സഖാവ് സജി ചെറിയാൻ ചെയ്ത വികസനങ്ങൾ മാത്രമാണ് ചെങ്ങന്നൂരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും, ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതേപോലെ തന്നെ യുവജനങ്ങൾക്കായി സ്റ്റേഡിയം അടക്കമുള്ള ധാരാളം വികസനങ്ങൾ, ആ എടുത്തു പറയാനുള്ള വികസനങ്ങൾ, ഇത് ചെങ്ങന്നൂരിൽ എടുത്ത് കാണത്തക്ക തരത്തിലുള്ള ഇന്ന് കാണുന്ന മുഴുവൻ വികസനങ്ങളും കൊണ്ടുവരുന്നതിനും ബാക്കി കൊണ്ടുവരാൻ പോകുന്നതിനും ഉള്ള എല്ലാവിധ ചുമതലകളും വഹിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നെ ഇവിടെ ജയിക്കത്തുള്ളൂ. മുഴുവൻ ആളുകളും, ഇവിടുത്തെ ജനങ്ങൾ ഒന്നാകെ സജി ചെറിയാന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ്. ഈ വികസന മുരടിപ്പുണ്ടെന്ന വാദം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താ അവരോട് മറുപടി പറയാനുള്ളത്? സത്യത്തിൽ അവർ മലന്ന് കടന്ന് തുപ്പുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാണ്ഡവംപാറ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ ഒരു ബോർഡ് വെച്ചിരുന്നു, ഫ്ലക്സ് ബോർഡ്. 10 ലക്ഷമാണോ 25 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് തുക, എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. ധാരാളം ബോർഡുകൾ വെച്ചിരുന്നു വിഷ്ണുനാഥിൻ്റെ കാലത്ത്. ആ ബോർഡല്ലാതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുപാട് തവണ BJPയും UDFും ചേർന്ന് പലതരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് ലോകത്തിന് മുന്നിൽ ചെങ്ങന്നൂരിനെ അടയാളപ്പെടുത്തുന്ന ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആദ്യഘട്ടം പൂർത്തീകരിച്ചു. അടുത്ത ഘട്ടം പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവരെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെങ്ങന്നൂരിലെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ വെല്ലുന്ന ഹോസ്പിറ്റലായിട്ട് അത് മാറുന്നു. കോട്ട പ്രഭ്രാം മില്ലിൻ്റെ നവീകരണം, നമ്മുടെ ചെങ്ങന്നൂരിലെ സെൻട്രൽ ഹാച്ചറി, കാലങ്ങളോളം പഴക്കമുള്ള സെൻട്രൽ ഹാച്ചറി പൂർണ്ണമായിട്ടും
തകർന്ന അവസ്ഥയിലായിരുന്നു, അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലായിരുന്നു. സെൻട്രൽ ഹാച്ചറിയുടെ നവീകരണം ഇതെല്ലാം സജി ചെറിയാൻ ചെയ്താണ്. ഈ മാർക്കറ്റ് ഇതിനകത്തേക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. മാർക്കറ്റിനകത്ത് ഇപ്പോൾ പണി നടക്കുകയാണ്. എത്രയോ തടസ്സങ്ങൾ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ ശാസ്താംപുറം ചന്തയെന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതൽ പേര് കേട്ടതാണ്. കാരണം ചെങ്ങന്നൂർ പമ്പയാറ് വഴി ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരുന്ന കാലം മുതലുള്ള ഒരു മാർക്കറ്റാണ് ചെങ്ങന്നൂർ മാർക്കറ്റ്, ശാസ്താംപുറം മാർക്കറ്റ്. അത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. മൂക്കുപത്താതെ ഇതുവഴി ചെങ്ങന്നൂർ കൂടെ ആർക്കും പോകാൻ കഴിയത്തില്ലായിരുന്നു. അതിപ്പോൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ UDFിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ നവീകരണം നടക്കുന്നു. ഏതാണ്ട് ബഹുഭൂരിപക്ഷം റോഡുകളും PWD റോഡുകളല്ല, ഗ്രാമീണ റോഡുകൾ വരെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂർത്തീകരിച്ചു. 27 പാലങ്ങൾ UDFിൻ്റെ ഭരണകാലത്ത് 10-24 വർഷക്കാലം വായുവിൽ നിന്നിരുന്ന പാലങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത് സജി ചെറിയാൻ ഇവിടെ MLA ആയിട്ടും മന്ത്രിയായിട്ടും വന്നതിന് ശേഷമാണ്. അപ്പൊ വികസന നേട്ടങ്ങൾ അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. മറ്റൊരു ആരോപണമുള്ളത്, ഇപ്പൊ ചെങ്ങന്നൂർ ഒരു A ക്ലാസ് മണ്ഡലമാണ്, മന്ത്രി മണ്ഡലമാണ്. അപ്പൊ ഈ മണ്ഡലത്തിൽ മന്ത്രിയെ ജയിപ്പിക്കാനായി ഒരു ഡീല് നടന്നു. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാചസ്പതി അങ്ങ് ഹരിപ്പാട് പോയി മത്സരിക്കേണ്ടി വന്നതെന്നൊരു ആരോപണമുണ്ട്. അത് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. 2006 എന്ന് പറയുന്ന ഒരു വർഷമുണ്ട്. സജി ചെറിയാൻ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചു. ഇന്നത്തെ മണ്ഡലമല്ല, മുളക്കട പഞ്ചായത്തും ചെന്നിത്തല പഞ്ചായത്തും ഒന്നും ഇതിന്റെ ഭാഗമല്ല. ഇവിടെ PC വിഷ്ണുനാഥ് സ്ഥാനാർത്ഥിയായി വരുന്നു. വിഷ്ണുനാഥ് വന്നപ്പോൾ തന്നെ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ മാറ്റി. അന്ന് മുതൽ മത്സരിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ആളാണ് ഗോപകുമാറിനെ മാറ്റിയിട്ട് അന്ന് ഗോപകുമാർ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP അന്ന് മാറ്റിയിട്ട് മാന്നാർ സതീഷിനെ മത്സരിപ്പിച്ചത്. അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ട് പിടിച്ച BJP ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത് 2,800 വോട്ടാണ്. അങ്ങനെയാണ് സജി ചെറിയാൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. 2011 CS സുജാത മത്സരിക്കുമ്പോൾ വിഷ്ണുനാഥ് വീണ്ടും മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ BJP വോട്ട് UDFിന് മറിച്ചു കൊടുത്തിട്ടാണ് വിഷ്ണുനാഥ് വിജയിക്കുന്നത്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിൽ KK രാമേന്ദ്രൻ നായർ സാർ മത്സരിക്കുമ്പോൾ BJP ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ശ്രീധരൻപിള്ള സാർ സ്ഥാനാർത്ഥിയായി വന്നു. BJP അവരുടെ വോട്ടെല്ലാം പിടിച്ചു. കോൺഗ്രസുമായി ഡീല് നടന്നില്ല. ഇവിടെ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. KKR വിജയിക്കുന്നു. തൊട്ടു പിന്നാലെ സജി ചെറിയാൻ സാഹു വീണ്ടും മത്സരിക്കുന്നു. KKR യാദൃശ്യമായി നമ്മളെ വിട്ടുപിരിഞ്ഞു. നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ മത്സരിക്കുന്നു. സജി ചെറിയാൻ സാഹു മത്സരിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ശ്രീധരൻപിള്ള സാർ മത്സരിക്കുന്നു. ശ്രീധരൻപിള്ള സാറ് നല്ല നിലയിൽ BJP വോട്ടുകൾ സമാഹരിക്കുന്നു. സജി ചെറിയാൻ 19,000 പര വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഗോപൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BJP സമാഹരിക്കാവുന്നവരുടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുന്നു. CPIMന്റെ സ്ഥാനാർത്ഥിയായി സജി ചെറിയാൻ സാഹു 32,000 പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അപ്പോൾ ഡീൽ ആര് തമ്മിലാണെന്ന് വ്യക്തമാണല്ലോ. BJPയും കോൺഗ്രസും തമ്മിൽ ഡീൽ നടത്തുമ്പോൾ മാത്രമാണ് ഇവിടെ ഇടതുപക്ഷം പരാജയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഒന്നുകൂടി പറയാം. കുണ്ട്ര മണ്ഡലത്തിൽ ഇവിടെ നിന്ന് വിഷ്ണുനാഥ് പോയി മത്സരിക്കുമ്പോൾ വിഷ്ണുനാഥിനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി നേടുന്ന വോട്ട് 6,000. അതിനു മുമ്പലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് 32,000, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25,000. അത് 6,000 കുറയുമ്പോൾ വിഷ്ണുനാഥ് ജയിക്കുന്നു. കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും BJPയുടെ വോട്ട് കുറയുമ്പോൾ നേട്ടമാർക്കാ? കോൺഗ്രസിനാണ്. അപ്പോൾ ഇവിടെയും BJPയുടെ വോട്ട് കുറഞ്ഞാൽ അതിന്റെ നേട്ടം UDFിനാണ്. അപ്പോൾ എങ്ങനെ ഇടതുപക്ഷത്തെ ബാധിക്കുന്നത്? ഡീല് UDFും BJPയും തമ്മിലാണ്. അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും തെളിഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ തവണ നേമത്തും കണ്ടതാണ്. അതിനു മുമ്പ് നേമത്ത് രാജഗോപാൽ സാർ വിജയിച്ചു. നേരെ പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നത് എങ്ങനെയാ? BJPയുടെ വോട്ടുകൾ ചോരുമ്പോഴാണ്. അപ്പൊ എന്തായാലും ആ ഡീലിന് ഒരു മറുഡീൽ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് ഇറങ്ങിയാണ്. പ്രവർത്തനം കാര്യമായിട്ട് നടക്കട്ടെ. ഞാൻ ബാക്കിയുള്ള ആൾക്കാരോടുകൂടെ ചോദിച്ചിട്ട് വരാം. ചെങ്ങന്നൂർ എന്താ അവസ്ഥ? കച്ചവടമൊക്കെ നന്നായി പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ഇപ്പൊ ആരാ ജയിക്കാൻ സാധ്യത? ഇവിടെ ജയിക്കാൻ ചെറിയാൻ സാറ്, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ്. ഞാൻ പലരോടും ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം തന്നെ വരുള്ളൂ ഇവിടെ. അതിന് സംശയമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിനോട് എനിക്കൊരു പ്രത്യേക കടപ്പാടുള്ള ഒരു ചെറിയാൻ സാറിനോട്. അതെന്താണെന്നുള്ള ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല. അപ്പൊ അത് വ്യക്തമാക്കിയാൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സജി ചെറിയാൻ ബുദ്ധിമുട്ടാവും. അല്ല, അദ്ദേഹത്തിനല്ല, എൻ്റെ വേറെയും പല പാർട്ടികളുണ്ട്. കുഴപ്പമില്ല ചേട്ടൻ പറയാം. അപ്പൊ ചേട്ടൻ പറയുന്നത് സജി ചെറിയാൻ തന്നെ ജയിക്കുമെന്നാണ്? തീർച്ചയായിട്ടും 100%. ഇവിടെ ബാലകൃഷ്ണൻ സാറ് ഇവിടെ സ്റ്റേഡിയത്തിൽ വന്ന് പ്രസംഗിച്ച പോലെ പാട്ടും പാടി ജയിക്കും. അപ്പൊ പാട്ടും പാടി സജി ചെറിയാൻ ജയിക്കുമെന്നാണ് പറയുന്നത്. അമ്മ, ഇവിടെയാണോ വോട്ട്? ഇവിടെ എന്താ ആര് ജയിക്കും? സജി ചെറിയാൻ ജയിക്കുമെന്നാണ് പറയുന്നത്. വികസനം ഒക്കെ നന്നായി പോകുന്നുണ്ട്. ജീവിതമൊക്കെ നന്നായി പോകുന്നുണ്ട്.
ഇല്ല ഉണ്ട്, നല്ല സുഖമായിട്ട് പോകുന്നു. അപ്പൊ മൂന്നാമതൊരു അവസരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സജി ചെറിയാൻ പൊളിക്കും. പൊളിക്കണം, ഓക്കെ, പൊളിച്ചടുക്കണം. ചെങ്ങന്നൂരിൽ ഇത്തവണ കാറ്റ് എങ്ങോട്ടായിരിക്കും? ചെങ്ങന്നൂർ ഇത്തവണ യാതൊരു സംശയവുമില്ല, കാറ്റ് കോൺഗ്രസിനൊപ്പമായിരിക്കും, ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും. സർക്കാരിനെതിരെയുള്ള ഇവിടുത്തെ ജനകീയ പ്രതിഷേധം ഇരമ്പെന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ചെങ്ങന്നൂർ കാണാൻ പോകുന്നത്. 32,000 വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM ഇവിടെ വിജയിച്ചു. അവർ വർഗീയ ധ്രുവീകരണം നടത്തി ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ ഒരു വിജയത്തിലേക്ക് എത്തിയെങ്കിലും അതിനെ മറികടന്ന് സർക്കാർ വിരുദ്ധ ഇതും വികസനമെന്ന് ഇവർ പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ചില പ്രഹസനങ്ങളും അത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ, ഈ നാട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് നമ്മൾ കേട്ട കാര്യമാണ് ഇത് ഈ നേതാക്കളുടെ പെട്ടി പിടിക്കുന്നവർക്ക് മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു കുറെ പേർക്ക് അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബിനു ചുള്ളിയിലിനൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു, അവരുടെ സാധ്യതാ ലിസ്റ്റിൽ വന്നിരുന്നു. അതിനുശേഷം വളരെ നാടകീയമായി എബി കുര്യാക്കോസ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾ പറയാം, ഞങ്ങളതിന് ഉത്തരം കൃത്യമായിട്ട് പറയാം. അതായത് ചെങ്ങന്നൂരിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അവസാന പട്ടികയിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരുമോ അവനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, ഇല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ആർക്കും സ്ഥാനാർത്ഥി ആവാൻ ആഗ്രഹിക്കാം, ആർക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾപാർട്ടി ജനാധിപത്യമുള്ളൊരു പാർട്ടിയാണ്. ഇവിടെ പിണറായി വിജയൻ പറയുന്നവരല്ല സ്ഥാനാർത്ഥി, ഇല്ലെങ്കിൽ ഇവിടെ ഒരു നേതാവ് പറയുന്നവരല്ല സ്ഥാനാർത്ഥി. ഇവിടെ മൾട്ടി വോയിസ് ഇതുള്ള നേതാക്കന്മാരുള്ള സ്ഥലമാണ്, അതിനനുസരിച്ച് ആ വോയിസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ സ്ഥാനാർത്ഥി അവൻ ആഗ്രഹിക്കാം. ബിനു ചുള്ളിയിൽ യോഗ്യനല്ലേ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ്. ബാബു പ്രസാദ് ഈ ജില്ലയുടെ DCC അധ്യക്ഷനാണ്. എബി കുര്യാക്കോസ് KPCC ആദരണീയ ജനറൽ സെക്രട്ടറി. ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. ഞങ്ങൾക്ക് മുതിർന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ഈ നാട്ടില്. ഞങ്ങൾക്ക് അതിന്റെ പേരില് ഒരു പടലപ്പണക്കമില്ല. അപ്പോ ചെങ്ങന്നൂരിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വികസനം, വിലക്കയറ്റം ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് ഡീലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സത്യമാണോ? പൊതുവെ അങ്ങനെ ഒരു നല്ല സംസാരമുണ്ട്. ആ ഡീലിനേക്കാളും വളരെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ആ ഘട്ടത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയിലെ 4, 5, 6, 7 ഒരു 10-12 വാർഡിലേക്ക് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സ്ഥലത്തെ ജനങ്ങളെ ഏറ്റവും ദുരിതത്തിലാക്കി വെച്ചിരിക്കുക. അവർക്കൊരു നല്ല വീട് വെക്കുവാനോ അവർക്ക് മാനസികമായ സമ്മർദ്ദം ചെലുത്തി ആ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ പലതവണ ഇറങ്ങിയിട്ടും ഒരു ബില്ല് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അയച്ചിട്ട് ആ ബില്ല് സൈൻ ചെയ്തായി കൊടുക്കുവാൻ ആ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവസാന ഘട്ടത്തിൽ ഈ ഇലക്ഷന്റെ പ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ബില്ല് സൈൻ ചെയ്തെന്നും പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് അപേക്ഷ കൊടുത്ത ഒരു വീട് പോലും ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ എബി കുര്യാക്കോസ്, നമ്മളൊക്കെ എബിച്ചാരെന്ന് വിളിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ എബിച്ചാരെന്ന് വിളിച്ച് എബിച്ചാൻ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നാ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ MV ഒമാർ ചെങ്ങന്നൂർ MLA ആവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പറച്ചിലുണ്ട്, എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്ന്. സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന കുറച്ചുകൂടെ വോട്ട് നേടാവുന്ന നേതാവിനെ കൊണ്ട് ഹരിപ്പാട് തട്ടിയിട്ട് ഇവിടെ ഒരു താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിയെന്നൊരു ആരോപണം ഉണ്ടല്ലോ. അതായത് MV ഒമാർ എങ്ങനെ ദുർബലനായ സ്ഥാനാർത്ഥിയാവും? ഇവിടുത്തെ ആരോപണം അത് കോൺഗ്രസ്സുകാരും CPMകാരും പറയുന്ന ആരോപണം മാത്രമാണ്. BJPക്കാരെ സംബന്ധിച്ച് അത് ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞു, BJPക്കാർ അത് രഹസ്യമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഡീലെന്ന് പറയുന്നത് കോൺഗ്രസും CPMും കൂടെ. ഇവിടുത്തെ ചെങ്ങന്നൂരിലെ ഡീലെന്ന് പറഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ. ഇവിടുത്തെ പഞ്ചായത്തുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരുവമ്പണ്ടൂർ പഞ്ചായത്ത്, പാണ്ടനാട് പഞ്ചായത്ത്, ചെന്നിത്തല പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകൾ ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന ഒന്നിച്ചാണ്. ഇന്ന് ചെങ്ങന്നൂരിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDFന് വേണ്ടി വോട്ട് ചെയ്തതാണ് ഇവിടുത്തെ UDFന്റെ കൗൺസിലർമാർ. കഴിഞ്ഞ തവണ മുരളിയുടെ വോട്ട് ഷെയർ അത്ര കണ്ട് കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ BJP വോട്ടുകളാണ് കുറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. BJPയുടെ വോട്ട് കുറഞ്ഞില്ല, BJPക്ക് 35,000 വോട്ട്. BJPയുടെ വോട്ടല്ല, മുരളിയുടെ വോട്ട് കുറയാൻ കാരണം അതാണെന്ന് പറയും. അല്ലല്ല, BJPക്ക് ഇവിടെ കൃത്യമായ വോട്ടുണ്ട്. BJPക്ക് 35,000 വോട്ട് കൃത്യമായിട്ടുണ്ട്. ഇത്തവണ ഭരണവിരുദ്ധ വികാരവും ഇവിടുത്തെ വികസനങ്ങൾ, ഇവിടുത്തെ എല്ലാ വികസനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. ഇവിടെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി പണിതും ഫണ്ട് ഇവിടെ കൊട്ടിക്കൊഴിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ MLA മന്ത്രി അവിടെ പോയി നോക്കിയാൽ അതിന്റെ ഫലകത്തെ നോക്കിയാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ശേഖരണം ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സിമ്പൽ വേണം. ഏത് പദ്ധതി നോക്കിയാലും അറിയാം കേന്ദ്ര സർക്കാരിന്റെ സിമ്പലുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ചെയ്യുന്നതാണ്.
ഇത് കപട വികസന നായകനാണ് ഇന്നിപ്പോ ചെങ്ങന്നൂരിലുള്ളത്. ഇത്തവണ നിങ്ങൾക്ക് NDAക്ക് എത്ര സീറ്റ് കിട്ടും, എത്ര MLA-മാർ നിയമസഭയിൽ ഇങ്ങനെ നിരന്നിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇരിക്കുമോ? ഞങ്ങൾ 140 വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ പൊന്നു ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ല. ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാം. 140 ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന, അല്ലാതെ BJP പറയുന്ന അവർ 140 സീറ്റ് വിജയിക്കുമെന്ന് പറഞ്ഞത്. അതിനകത്ത് 14 വെട്ടി എത്രയുണ്ടോ അതാണ് ഞങ്ങളെ ഒരു സംപൂജ്യന്മാരാണ്. അതെ, അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഡീല്. അതുകൊണ്ടാണ് ഡീലിനെ പറ്റി സംസാരിക്കുമ്പോൾ കൃത്യമായി പറയാം. ഇവിടെ സംബന്ധിച്ച് ഡീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് വാചസ്പതി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ പണിയെടുക്കുന്ന BJP ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി BJP. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. BJP തെരഞ്ഞെടുപ്പ് മുമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടത്തിയിട്ട് അതിന്റെ പിറ്റേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പാവം പിടിച്ച സന്ദീപ് വാചസ്പതി ഹരിപ്പാട് സ്ഥാനാർത്ഥിയാവുന്നു. ഇവിടെ MP ഗോകുമാർ ഒരു 3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തോറ്റുപോയ ആളാണ് MP ഗോകുമാർ. ആ ആളെ പിടിച്ച് ഇവിടെ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്ന്. ഞങ്ങളുടെ KB യശോധരൻ ചേട്ടനോട് തോറ്റുപോയ ശ്രീ MP ഗോപകുമാറാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയുടെ വന്നിരിക്കുന്നത്. അവര് പറയുന്നത് അതാണ്, സന്ദീപ് വാചസ്പതിയെ അങ്ങ് ഹരിപ്പാട്ടോട്ട് തട്ടി ഹാ കഷ്ടം. സന്ദീപ് വാജ്പേയി ഞങ്ങളുടെ ആദരണീയ ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ മാത്രമല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം എല്ലാ നിയോജക മണ്ഡലങ്ങളും ജില്ലാ പ്രസിഡന്റാണ്. ചെങ്ങന്നൂർ തൊട്ടടുത്തല്ലേ? സന്ദീപ് ഇവിടെ ആയിരുന്നെങ്കിൽ ഞാനും ചെങ്ങന്നൂർക്കാരി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെങ്ങന്നൂരുകാരനാണ്. ചെങ്ങന്നൂർ ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ഫോട്ടോ വെക്കും. ഇതിന് NDAയുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിന് മുമ്പാണ് നമ്മൾ NDAയുടെ കൺവെൻഷൻ വെച്ചേ. BJP-യുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കോൺഗ്രസോ CPM-ഓ അല്ല, ഞങ്ങളുടെ പാർട്ടി ഘടകമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു, നിങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നവർ അവർക്കും ഉണ്ടത്രയാ. പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടുത്തെ വികസനത്തെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ വികസനം എന്ന പേരിൽ ഇവർ നടത്തിയ പ്രഹസനങ്ങളെ പറ്റി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവർ പറയുന്നത് പുതിയ ഈ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായ ശേഷം 1957 മുതൽ ഇങ്ങ് 2026 വരെ ഏകദേശം 69 കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ചെങ്ങന്നൂരിന് മന്ത്രിയെ ലഭിക്കുന്നത്. കേവലം ഒരു MLA ചെയ്യേണ്ട അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തിട്ട് ഇവിടെ മന്ത്രിയായ സജി ചെറിയാൻ മന്ത്രിയായതിന്റെ പേരിൽ ചെങ്ങന്നൂർ കിട്ടിയ ഒരു ക്രിയാത്മകമായ ഒരു പദ്ധതി പറയാമോ? ചെങ്ങന്നൂരിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സിംഗിൾ പദ്ധതി, ഒരു ഒറ്റ ചെറുപ്പക്കാരന് ഇവർ പിന്മാറ്റൽ നിയമനം നടത്തുന്നതല്ല പറഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായ ചെറുപ്പക്കാരന് PSC വഴി ജോലി ലഭിക്കുന്ന ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതി കൊണ്ടുവരുന്നതിൽ ഒരു സിംഗിൾ പദ്ധതി ഈ ഇടതുപക്ഷ സർക്കാരിന് കാലത്ത് ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് പൂർത്തീകരിച്ച് പറയാമോ? 10 വർഷം വികസനമാണോ പ്രഹസനമാണോ? നമുക്ക് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളോട് തന്നെ ഇവർ പറയുന്നത് വികസനമല്ല പ്രഹസനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണോ? അല്ല, അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് BJP-യുടെ ആണെന്ന് തോന്നുന്നു ഒരു പ്രതിനിധി പറയുന്നത് കേട്ട് ഗവൺമെന്റ് ആശുപത്രിയുടെ അവിടുത്തെ കല്ലേ പോയി നോക്കിയാൽ കേന്ദ്രത്തിന്റെ ആണെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഏത് യുഗത്തിലാണെന്നുള്ള പരിപൂർണമായും കിഫ്ബി ഫണ്ട് BJP-യും കോൺഗ്രസും കൂടെ കെട്ടിപ്പിടിച്ചു നിന്ന് എതിർത്ത ഒരു പദ്ധതിയാണ്, ഒരു സംവിധാനമാണ് കിഫ്ബി. ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആശുപത്രി പൂർണ്ണമായും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ മെഷീനറികൾ സ്ഥാപിക്കുന്ന പണികൾ മാത്രമാണ് അവിടെ ഇനി ബാക്കിയുള്ളത്. അവിടെ ഇതൊന്നും വേണ്ട, അതെല്ലാം വിട്ടരെ. വിവരാവകാശ നിയമം പ്രകാരം അപേക്ഷ കൊടുത്താൽ അറിയാം ആ പണത്തിരിക്കുന്നത് പരിപൂർണമായും കിഫ്ബി അല്ലാതെ ഒരു ചില്ലി പൈസ ആ പദ്ധതിയിലില്ല. ചേട്ടാ, ഇച്ചിരി മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് കിഫ്ബി ഫണ്ടാണ്, വിവരമുള്ളവർ വിവരാവകാശ നിയമപ്രകാരം NHM ആണോ? അല്ല, കിഫ്ബി ഫണ്ട് എങ്ങനെയാണ്? കിഫ്ബി എന്താ? ഇത് കഴിഞ്ഞിട്ട് ജില്ലാ ആശുപത്രി പോയിട്ട് ആ ഫലകത്തെ നോക്കിയിട്ട് വേണം പൊതുജനങ്ങളെ അറിയിക്കണം. KIIFB കിഫ്ബി എന്താണെന്ന് പഠിക്കാനാണ്. അല്ല, കിഫ്ബിയുടെ ഉണ്ടോ നോക്കതല്ലേ, ആ ഫലകത്തെ നോക്കിയിട്ട് പറയാം. എന്നെ നാഷണൽ ഹെൽത്ത് ചേട്ടാ, വളയത്തെ നോക്ക്, വളയത്തെ. വിവരാവകാശം കൊടുക്കാൻ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, കിഫ്ബിയാണ്. ആ കൈവച്ചാൽ മതി എന്നുള്ള BJP-യുടെ ഭാഷ. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. അത് BJP വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. സ്ഥിരം പണിയാണ് ഈ ഭീഷണി. ചേട്ടാ, ഭീഷണി വേണ്ട, വസ്തുതാപരമായി പരിശോധിക്കുക. വിവരാവകാശം കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു. ആദ്യം അത് പോയി പരിശോധിക്കുന്നുണ്ട്, ബാക്കി മറുപടി. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ എന്താ വിഷയമാകുന്നത്? ചെങ്ങന്നൂരിൽ എന്താ വിഷയമാകുന്നത്? ചെങ്ങന്നൂർ വിഷയമായിട്ടൊന്നും ഇല്ലല്ലോ. വികസനം വിഷയമേ ഇല്ല, വികസനം മാത്രമേ ഉള്ളൂ. ഇവിടെ വികസനം നടന്നിട്ടുള്ളൂ. ഇവിടെ ഭരണഘടനയെ അപമാനിച്ച കുന്തവും കൊടച്ചക്രവും വിഷയമാണ്. ഈ ചെങ്ങന്നൂരുകാരെ അപമാനിച്ചു. ഒന്ന് ഓർത്ത് നോക്കി, ഒരു സംസ്ഥാന മന്ത്രി ഈ നാടിന്റെ MLA ഈ താൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നെന്ന് പറഞ്ഞ് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, ചെങ്ങന്നൂരിലെ ജനത്തിന്റെ തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ചെങ്ങന്നൂരിനെ മാറ്റിയ സജി ചെറിയാൻ ഈ ചെങ്ങന്നൂർ അപമാനം തന്നെയാണ്. നീതിന്യായ കോടതി തന്നെ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു. കോടതി പറഞ്ഞല്ലോ, കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ വീണ്ടും മന്ത്രി. ആത്യന്തികമായ കോടതി വിധി എന്താ? കോടതി വിധിയാണ്, അവസാനത്തെ കോടതി വിധിയാണ് പ്രാബല്യത്തിൽ. ഫൈനൽ കോടതി വിധി വന്നപ്പോഴാണ് സജി ചെറിയാൻ രാജിവെച്ചത്. പിന്നെ മാറി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കോടതി പറഞ്ഞു ഇവിടുത്തെ വികസനം. ഓക്കെ,
ഇപ്പൊ തൊട്ടടുത്ത് ഇവിടെ ഞാനത് പറഞ്ഞോട്ടെ, UDF-ന്റെ ഗവൺമെന്റ് കാലത്ത് ഇവിടെ ആളുകൾക്ക് പോയിരുന്ന ഒരു ചായ കുടിക്കാൻ സംവിധാനം ഇതാ തൊട്ടപ്പുറം. ഞാൻ പറയട്ടെ ഇവിടെ എന്താ ചായ നിരോധനം വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ മൊത്തം പറയാം. തൊട്ടപ്പുറത്ത് പൂമലച്ചാൽ ടൂറിസം പദ്ധതി ആളുകൾ പോയി സന്ദർശിച്ചു തുടങ്ങി. പോയി നോക്ക്. ഇവിടെ അടിസ്ഥാന വികസനത്തെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. അടിസ്ഥാന വികസനത്തെ പറ്റി ചർച്ച ചെയ്ത് നിങ്ങൾ അപ്പുറത്തെടുത്തോ 100 മീറ്റർ അപ്പുറത്തോട്ട് പോയാൽ ഇവിടുത്തെ KSRTC ടെർമിനൽ കാണാം. ആ KSRTC ടെർമിനൽ എന്ന് പറഞ്ഞാൽ പണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പൊളിച്ചിട്ട് ഗ്രൗണ്ട് പോലെ കിടക്കുന്നു. ഞാൻ ഈ നാട്ടുകാരി എനിക്കിതൊക്കെ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യനൊന്ന് നടന്നു പോയാൽ തലയിൽ ഇടിഞ്ഞു വീഴുന്ന രൂപത്തിൽ മൂക്കു പൊത്താതെ പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വിഷ്ണുനാഥിന്റെ കാലത്തും അതിന്റെ MLA-മാരുടെ കാലത്തും. സജി ചെറിയൻ വന്നതിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചു. ഇപ്പൊ കെട്ടിടം പണി ആരംഭിച്ചു. പോയി ഞങ്ങളുടെ കാലത്ത് ഒരു ബിൽഡിംഗ് ഒരാളുടെ തലയിടിച്ചു വീഴില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ തർക്കം തുടർന്നു കൊള്ളുക, രാഷ്ട്രീയ പ്രചാരണം തുടർന്നു കൊള്ളുക. എന്തായാലും ചെങ്ങന്നൂരിൽ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ UDF-ഉം LDF-ഉം അതുപോലെ NDA-യും പറയുന്നുണ്ട്. ത്രികോണ പോരാണെന്ന ഒരു പ്രതീതിയുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം തന്നെ 4 ലക്ഷത്തിലേറെ കൂട്ടിയ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കാം ചെങ്ങന്നൂരുകാർ ഇത്തവണ ചിന്തിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം. കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാലോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.